ഞാൻ ഞായറാഴ്ച എടുത്തു വെച്ചിരുന്ന വീഡിയോ ആയിരുന്നു പോസ്റ്റ് ചെയ്യാൻ. അപ്പോൾ എനിക്ക് പോകുന്ന സമയം കിട്ടാത്തത് കൊണ്ട് ഞാൻ ഇന്നത്തേക്ക് ഇടുവാണേ. അപ്പോൾ ഞാൻ സൺഡേ ആയിട്ട് ഫ്രിഡ്ജും എല്ലാം ഒന്ന് വൃത്തിയാക്കിയപ്പോൾ കുറേ ഈന്തപ്പഴം ഫ്രിഡ്ജിനകത്തുണ്ടായിരുന്നു. എന്നാൽ ഈന്തപ്പഴം എടുത്തിട്ട് നമുക്ക് കുറച്ച് അച്ചാർ ഇട്ടാലോ എന്ന് ഞാനങ്ങ് വിചാരിച്ചു. മോനും വെക്കേഷന് വന്നിട്ട് പോകുന്നുണ്ട്. അപ്പം മോനും കുറച്ച് കൊടുത്ത് വിടാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ നല്ല ഈന്തപ്പഴമൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്ത് കുരു കളഞ്ഞ് അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ട് അതിനകത്ത് നമ്മൾ ചട്ടിയിൽ ഞാൻ നല്ലെണ്ണയിലാണ് അത് അച്ചാറിട്ടെ. അപ്പം ഞാൻ നല്ലെണ്ണയിൽ അച്ചാർ ഈ നമ്മുടെ കടുക് ഉലുവായൊക്കെ ഇട്ട് നല്ലതുപോലെ മൂപ്പിച്ച് ഇഞ്ചിയും വെളുത്തുള്ളി കറിവേപ്പിലയും പച്ചമുളക് എല്ലാം ഇട്ട് നല്ലതുപോലെ മൂപ്പിച്ചിട്ട് അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് നല്ല മൂത്ത് വരുമ്പം അതിനകത്തോട്ട് നമ്മൾ ഇതിടത്തില്ലേ ഇച്ചിരി വെള്ളം കുറേ വെള്ളം ഒഴിച്ച് ഇച്ചിരി കൂടുതൽ വെള്ളം വേണം. കാരണം എന്ന് വെച്ചാൽ ഈ ഈന്തപ്പഴം സോക്ക് ചെയ്ത് കുറേ നല്ല വെന്ത് നല്ല സോഫ്റ്റായിട്ട് വരണമല്ലോ, അതിന് കുറച്ചേറെ വെള്ളം വേണം. ആ വെള്ളം നല്ലതുപോലെ എന്നിട്ട് പുളിയും അതുപോലെ നമ്മൾ പിഴുപുളിയാണെങ്കിൽ നമ്മൾ കുറച്ച് ചൂടുവെള്ളത്തിൽ കുരുവും അതിൻ്റെ നാരും അതൊക്കെ വൃത്തിയാക്കി നമ്മൾ കുറച്ച് നേരം പുളിയും സോക്ക് ചെയ്യാൻ വെക്കണം. എന്നിട്ട് ആ പുളിയാണെങ്കിൽ നല്ലതുപോലെ അതിനകത്ത് പേസ്റ്റ് പോലെ നല്ലതുപോലെ കുതിർന്ന് വരും. നമ്മൾ ഈ ഈന്തപ്പഴം ഈ ഡേറ്റ്സ് ആണെങ്കിൽ ഡേറ്റ്സ് ഈന്തപ്പഴം എന്ന് വെച്ചാൽ നല്ല നമുക്ക് ഈ ദം ബിരിയാണിയൊക്കെ തലശ്ശേരി ദം ബിരിയാണിക്കൊക്കെ കഴിക്കാനും നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കഴിക്കത്തില്ലേ, നല്ല ടേസ്റ്റായിരിക്കും. ഒരു പുളിയും മധുരവും എരിവും എല്ലാം ചേർന്ന്. അപ്പം നമ്മൾ ഈ പിഴുപുളിയാണെങ്കിൽ നമ്മൾ അതോടെ അങ്ങ് ഒഴിച്ചാൽ മതി, കാരണം അരിക്കാനൊന്നും നിൽക്കണ്ടായേ. അപ്പം അരിക്കാതെ നമ്മൾ അത് മുഴുവനുമായിട്ട് ഒഴിക്കണം. എമ്പോഴേ ആ പുളിയുടെ ഇതും എല്ലാം കൂടെ വെന്ത് നല്ലൊരു എരിവും പുളിയും മധുരവും എല്ലാം ചേർന്ന് വരും. ഞാൻ ശർക്കര ചേർക്കാറില്ല, കാരണം എന്നാന്ന് വെച്ചാൽ ഒത്തിരി മധുരം വേണ്ട നമുക്ക്. കാരണം നമുക്ക് ഷുഗറോ ഒക്കെ ഉള്ളവർക്കും കൂടെ കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി മധുരം കുറഞ്ഞിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ചേർക്കാറില്ല. നിങ്ങൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ. അതുപോലെ തന്നെ ഞാൻ കായവും ചേർക്കാറില്ല. ബാക്കി എനിക്കറിയില്ല, നിങ്ങൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ പറയണേ, കായം ചേർക്കുമോ ഇല്ലയോ എന്ന്. ഞാൻ ഡേറ്റ്സിന് അങ്ങനെ കായം ചേർക്കാറില്ല. ഡേറ്റ്സ് അച്ചാറിന് എന്നിട്ട് അത് നല്ല വറ്റി വെന്ത് ഉടഞ്ഞ് നല്ല ഒരു കറുത്ത കളറായിട്ട് വരുമ്പം നല്ല ടേസ്റ്റായിട്ട് നല്ലതായിട്ടിരിക്കും. ഞാൻ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ കുറച്ചെടുത്ത് മോനും കൊടുത്ത് വിട്ടായിരുന്നു, നല്ല സൂപ്പറായിരുന്നു. നിങ്ങളിങ്ങനെ തന്നെ ആണോ ഉണ്ടാക്കുന്നതെന്നൊരു കമൻറ്റിൽ കൂടെ പറയണേ. ഇങ്ങനെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഹാപ്പി പെറ്റൽസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക്സ്.